Hello my dear friends, welcome back to my channel. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ എക്സസൈസ് 8.2യുടെ ഏത് ക്വസ്റ്റ്യനാണ് ചെയ്തത് 8th ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് നിർത്തി. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 9th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ മീത സേവ്സ് ₹4,000 ഫ്രം ഹെർ സാലറി. ഇഫ് ദിസ് ഇസ് 10% ഓഫ് ഹെർ സാലറി, വാട്ട് ഈസ് ഹെർ സാലറി? അപ്പം മീത എന്താണ് 4,000 റുപ്പീസ് അവളുടെ സാലറിയിൽ നിന്ന് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. എക്സ്ട്രാ ഒരു ഇച്ചിരി പൈസ എടുത്ത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4,000 റുപ്പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീതയുടെ സാലറിയുടെ 10% ആണ്. അപ്പോൾ എത്രയാണ് മീതയുടെ സാലറി? നമുക്കപ്പോൾ അറിയാത്ത സംഭവം നമ്മൾ എന്തായാലും എടുക്കുക, എക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയബിൾ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലെറ്റ് മീതാസ് സാലറി ബി എക്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയബിൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ് മീതാസ് സാലറി ബി എക്സ്. അപ്പോൾ ഇനി നമ്മളടുത്ത് എന്താ പറഞ്ഞേക്കണേ, 10% ഓഫ് സാലറി അവൾക്കുള്ള മീതയ്ക്കുള്ള ഈ സാലറിയുടെ 10% ആണ് എത്ര രൂപ? 4,000 റുപ്പീസ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പം നമ്മളത് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതും? ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10% ഓഫ് എത്രയാണ്? അവളുടെ സാലറിയാണ് 4,000. അതായത് 10% ഓഫ് സാലറി, എത്രയാണ് സാലറി നമുക്കറിയില്ല, അത് എക്സ് ആണ്. എത്ര രൂപ? 4,000 റുപ്പീസ് എന്ന് പറഞ്ഞേക്കണം. 10% മീതയുടെ സാലറിയുടെ 10% ആണ് ഈ 4,000 റുപ്പീസ് എന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലേക്ക് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതാൻ വേണ്ടി നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 10% ഓഫ് മീതയുടെ സാലറിയാണ് എക്സ് ഇസ് ഈക്വൽ ടു 4,000 റുപ്പീസ്. ഇനി നമ്മളത് സോൾവ് ചെയ്യുക. 10% എന്താ? 10/100. ഓഫ് മീൻസ് ഇൻറ്റു എക്സ്, നമ്മുടെ സാലറി ഇസ് ഈക്വൽ ടു 4,000. ഇത് സോൾവ് ചെയ്യുക. ഈ 0 ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. 10 ഇൻറ്റു എക്സ് 10x ബൈ 100 ഇസ് ഈക്വൽ ടു 4,000. ഈ 100നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എന്ത് പറ്റും? 10x ഇസ് ഈക്വൽ ടു 4,000 ഇൻറ്റു 100. എക്സിനെ അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എന്ത് പറ്റും? അല്ല, അത് തന്നെ. ഓക്കെ, സോ 4,000 ഇൻറ്റു 100 ബൈ 10. 0 ക്യാൻസൽ. എക്സ് ഇസ് ഈക്വൽ ടു ബാക്കി എത്രയുണ്ട്? 4,000 ഇൻറ്റു 10 40,000. അപ്പോൾ അവളുടെ എക്സാക്ട്ലി സാലറി എത്ര രൂപയാണ്? 40,000 റുപ്പീസ് ആണ്. അപ്പോൾ മീതയുടെ സാലറിയുടെ 10% ആണ് 4,000 എന്ന്. എന്താതിൻ്റെ അർത്ഥം? 40,000 റുപ്പീസാണ് അവളുടെ ഒറിജിനൽ സാലറി. ഈ സാലറിയുടെ 10% ആണ് എത്ര രൂപ? 4,000 റുപ്പീസ്. അതായത് ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. മീത 4,000 റുപ്പീസ് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവളുടെ 10% ഓഫ് സാലറിയാണ്. നമ്മൾ ജസ്റ്റ് ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ് കൺവേർട്ട് ചെയ്യുകയാണ്. ചുമ്മാ ജസ്റ്റ് അങ്ങോട്ട് എഴുതി ബാക്കി കാൽക്കുലേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയെന്ന് കിട്ടും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 10th ക്വസ്റ്റ്യൻ. A local cricket team played 20 matches in one season. It won 25% of them. How many matches did they win? അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു ലോക്കൽ ക്രിക്കറ്റ് ടീം 20 മാച്ചുകൾ 20 മാച്ചസ് ആണ് കളിച്ചത്. ഓക്കെ, ഒരു സീസണിൽ. എന്നിട്ട് ഈ 20 മാച്ച് കളിച്ചതിൽ 25%, ഈ 20 മാച്ചിൻ്റെ 25% അവർ ജയിച്ചു. എത്ര മാച്ചാണ് അവർ ജയിച്ചേക്കണത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. 20 മാച്ചുകൾ ടോട്ടൽ കളിച്ചു, അതിൻ്റെ 25% അവർ ജയിച്ചു. എത്ര മാച്ചുകൾ അവർ ജയിച്ചു ടോട്ടൽ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 25% ഓഫ് എന്തിൻ്റെ? 20 മാച്ചിൻ്റെ 25% ഓഫ് 20 മാച്ചാണ് അവർ ജയിച്ചേക്കണത്. ഓക്കെ, അപ്പോൾ അത് നമ്മളൊക്കെ എങ്ങനെ എഴുതാം? 25% ഓഫ് 20 മാച്ചാണ് അവർ ജയിച്ചേക്കണത്. അപ്പോൾ ജയിച്ചതിൻ്റെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 25% എന്താ? 25/100. ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 20. 25% ഓഫ് 20 മാച്ച് കളിച്ചതാണ് അവർ ജയിച്ചേക്കണത് അല്ലേ? അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്ത് ഇനി ജസ്റ്റ് സോൾവ് ചെയ്യുക. 0 ക്യാൻസൽ. 20/10 എത്ര വരും? 5. ഓക്കെ, ക്യാൻസൽ ചെയ്യുക. 25/5 ഇസ് ഈക്വൽ ടു 5 മാച്ചസ്. ഇതാണ് നമ്മുടെ ആൻസർ. അതായത് ഒരു ക്രിക്കറ്റ് ടീമുണ്ട്, അവർ 20 മാച്ച് കളിച്ചു ഒരു സീസണിൽ. അതിൽ 25% അവർ ജയിച്ചു. അതിൽ എത്ര കളിയാണ് അവർ ജയിച്ചേക്കണത്, എത്ര മാച്ചുകളാണ് അവർ കളിച്ച് ജയിച്ചേക്കണത് എണ്ണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം?
20 മാച്ചിൻ്റെ 25% ആണ് ജയിച്ചേക്കണത്. അത് ഈ നമ്മൾ ഈ ജസ്റ്റ് എക്സ്പ്രഷൻ മാത്സ് എക്സ്പ്രഷനായിട്ട് വരുന്ന മെയിനിന് 25% എന്ന് പറഞ്ഞാൽ 25/100 ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 20 അതുപോലെ തന്നെ. ഓക്കെ, ഇനി ജസ്റ്റ് 0 ക്യാൻസൽ ചെയ്തു. 2/10 ക്യാൻസൽ ചെയ്തേക്കാണ്. 2 1s are 2, 5 2s are 10. അപ്പോൾ 25/5 എന്ന് പറഞ്ഞാൽ 5 മാച്ചസ്. ജസ്റ്റ് സോൾവ് ചെയ്തേക്കാണ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനോടെ നമ്മുടെ എക്സസൈസ് 8.2 തീരുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എക്സസൈസ് 8.3 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.